ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കുറച്ച് അനുഭവങ്ങളാണ്. നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ നോക്കിയാൽ പ്രധാനമായും 2 തരത്തിലുള്ള ആളുകളെ കാണാം. ഒരു കൂട്ടർ ജീവിതത്തിൽ വലിയ ഉയരങ്ങളിലൊക്കെ എത്തിയവരുണ്ട്. മറ്റൊരു കൂട്ടർ എപ്പോഴും എന്തൊക്കെയോ വിഷമങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നവരുമുണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടായിരിക്കും ഈ ഒരു വ്യത്യാസം? എനിക്ക് തോന്നുന്നത് സത്യത്തിൽ വിജയം എന്ന് പറയുന്നത് ഒരുപാട് പണം ഉണ്ടാക്കുകയോ ആഡംബര ജീവിതം നയിക്കുകയോ ചെയ്യുന്നതല്ല എന്നാണ്. നമുക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ മനസ്സിന് എത്രത്തോളം സമാധാനമുണ്ട്, അതാണ് യഥാർത്ഥ വിജയം. അതായത് എനിക്കിപ്പോൾ ഒരു ടെൻഷനില്ലാതെ, ഒട്ടും ടെൻഷനില്ലാതെ ഒരു ദിവസം ഉറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ അന്ന് ഞാനൊരു വിജയിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി എന്തുകൊണ്ടായിരിക്കും ചിലർ മാത്രം ജീവിതത്തിൽ വിജയിക്കുന്നത്? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു പ്രധാന കാര്യം അവർക്ക് ജീവിതത്തിലൊരു ക്ലാരിറ്റി ഉണ്ട് എന്നതാണ്. അത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒരാൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാൾ ശ്രമിക്കും, അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഉടനെ ആ ഫീൽഡ് തന്നെ വിടും, പിന്നെ വേറൊരു ജോലിക്ക് ശ്രമിക്കും. ഇങ്ങനെ ഒരു സ്ഥിരതയില്ലാത്ത രീതിയിൽ പോകുമ്പോൾ അവർക്ക് എവിടെയും എത്തിപ്പെടാൻ കഴിയാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ എൻ്റെ ചുറ്റുവട്ടത്തുള്ള വിജയിച്ചിട്ടുള്ള ആൾക്കാരെ ഞാൻ നോക്കിയപ്പോൾ അവർക്ക് കൃത്യമായ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് തുടക്കം തൊട്ട് തന്നെ എന്ത് ചെയ്യണം എന്നതിൽ അവർക്കൊരു വ്യക്തതയുണ്ട്. ആ ഒരു ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് എവിടെയാണ് നമുക്ക് എത്തിച്ചേരേണ്ടത് എന്നതിനെക്കുറിച്ചൊരു വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കലാണെന്ന് തോന്നുന്നു നമ്മുടെ ബേസിക് എയിം. അങ്ങനെയാണെങ്കിൽ വഴിയിൽ വരുന്ന തടസ്സങ്ങളെ ഉണ്ടല്ലോ നമുക്ക് വളരെ എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കും. നമ്മുടെ ലക്ഷ്യത്തെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയാണ് വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ ഒരു ചവിട്ടുപടി എന്നാണ് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ഇനി നിങ്ങളും നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത് എന്ന് പറയൂ. നിങ്ങളുടെ സറൗണ്ടിങ്സിലുള്ള വിജയിച്ചവരൊക്കെ ഉണ്ടാവുമല്ലോ, ഇതുപോലെ അവർക്കും ഇതുപോലെ കൃത്യമായ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ?